ചില്ലറയില്ല അത് ഈ സാധനം ഇതിനെത്ര ട്യൂഷൻ ടീച്ചർ കൊണ്ടു കൊടുക്കാം. ഞാൻ ബെൽറ്റ് കൊണ്ട് അടിക്കില്ല, അതിനേക്കാൾ നല്ലത്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് ടൂറ് വന്നതാണ് സർഗാലയ ക്രാഫ്റ്റ് വില്ലേജിൽ. അപ്പോൾ അടിപൊളിയാണ്, ഇപ്പം കയ്യിൽ കൂടി നടന്ന് നിൽക്കുന്നത്. അപ്പോൾ സർഗാലയ ക്രാഫ്റ്റ് വില്ലേജിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളിന്ന് സർഗാലയ ക്രാഫ്റ്റ് വില്ലേജ് കാണാൻ വേണ്ടി പോവുകയാണ്. വടകരയിലാണിത് സിറ്റുവേറ്റഡ് ആയിട്ടുള്ളത്. നമ്മളെല്ലാവരും ഒരു ഉച്ചയ്ക്ക് ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഒരു ഈവനിങ് പ്ലാൻ ആയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. ജസ്റ്റ് 1 hour അല്ലേ ഉള്ളൂ. ഇതാണ് അവിടെ വരുന്നത്. ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 100 rupees ഇട്ടാണ് ഒരാൾക്ക് കയറാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. സോ ഇതിലധികം ഞാൻ സംസാരിക്കുന്നുണ്ടാവില്ല. മേജർലി നിങ്ങൾക്ക് ഞാൻ കാര്യങ്ങളെല്ലാം കാണിച്ചു തരാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. സോ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്. നല്ല ചൂടുള്ള ചായയും വടയൊക്കെ കുടിച്ചിട്ടാട്ടോ നമ്മൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് കാണാൻ വേണ്ടിയിട്ട് പോയി. ഇതത് ക്രാഫ്റ്റ് വില്ലേജിൻ്റെ ഒരു മിനിയേച്ചർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. ഓരോ റൂംസിലായിട്ട് പല തരത്തിലുള്ള ഹാൻഡ് ക്രാഫ്റ്റഡ് സാധനങ്ങളാണ് അവിടെ നമുക്ക് കാണാനുള്ളത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. ലൈക്ക് ഇങ്ങനത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കര അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഫ്ലവേഴ്സും എനിക്കറിയില്ല എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല ടൈപ്പ് ഓഫ് ക്രാഫ്റ്റ് ഐറ്റംസ് നമുക്ക് അവിടെ കാണാൻ കിട്ടുന്നുണ്ട്. ഞാൻ എല്ലാം കാണിച്ചു തരാം. ചേച്ചി ഉണ്ടാക്കുന്നതൊക്കെ കാണുന്നുണ്ട്. ഇതും അതുപോലെ തന്നെ മരത്തിൽ കൊത്തി ഉണ്ടാക്കിയിട്ടുള്ള ഒരു മിനിയേച്ചർ മോഡലാണ്. ഇതിൻ്റെയും ഫുൾ ഷോട്ട്സ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് ക്ലേ മോഡലിങ്ങിൻ്റെ പോട്ടറീൻ്റെ ഒക്കെ വർക്ക്ഷോപ്സും അവൈലബിൾ ആണ്. ജസ്റ്റ് 100 rupees per person എന്നുള്ള രീതിയിലാണ് വരുന്നത്. നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ചെയ്യാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങോട്ട് തിരിയടോ. ഓടിപ്പിടിച്ച് പോകണുണ്ട് ഗൈസ്, ഊഞ്ഞാല ചോദിക്കാൻ വേണ്ടിയിട്ട് പോയോക്കാം. ഒരാൾക്ക് 80 rupees ആണ് കയറണം. ഈ ബോട്ടല്ല, എന്താ ചെയ്യണ്ടേന്ന് അറിയാണ്ട് അവർക്ക് തൂങ്ങി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഗൈസ്. ആവിട്ട് കുത്തിരിക്കുന്നുണ്ട് ഇങ്ങനെ ഹവേല്. ഇവിടെ നല്ല വെളിച്ചെണ്ണിരിക്കുക, പേന്നുള്ളി പൊട്ടിക്കുക നമുക്ക് ഇവിടെ കിടന്നിട്ട്. തല കണ്ടിട്ട് നല്ല പേ അറിയണ്ടേ. അപ്പം തന്നെ മൂക്കും കുത്തി വീണേനെ. ഇത് പമ്പരം നല്ല ടോയ്സ് ഉണ്ട്. എനിക്കിത് വേണം. ഇവിടെ കിച്ചൺ സെറ്റ് ഉണ്ടോ?
കിച്ചൺ സെറ്റ് ഉണ്ടോ? കിളി എനിക്ക് പേടിയാവണേന്ന്. ഒരുപാട് നടന്ന് ക്ഷീണിച്ച് കഴിഞ്ഞപ്പം നമ്മൾ പിന്നെ എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്നുള്ളൊരു പ്ലാനിൽ നിന്ന്. അപ്പോൾ നോക്കിയപ്പോൾ കപ്പയും കാന്താരി ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു, ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടായിരുന്നു. സോ അതൊക്കെ വാങ്ങിച്ചിട്ട് അതൊന്ന് കഴിച്ച് നമ്മൾ കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്തു. എന്നിട്ടാണ് നമ്മൾ ബാക്കി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നടന്നത്. ചിരി നോക്കട്ടെ, ചിരി ചിരി നോക്കട്ടെ. കവളിപ്പോൾ തൊയിഞ്ഞാവും. കണ്ടോ ഇതിനുണ്ടോന്ന്? ഇതിനെത്ര അല്ല, എത്ര ഞാൻ ബെൽറ്റ് കൊണ്ട് അടിക്കില്ല, അതിനേക്കാൾ നല്ല അല്ല. ട്യൂഷൻ ടീച്ചർ കൊണ്ടു കൊടുക്കാം. കയ്യടിച്ച് നോക്ക്, കയ്യിൽ നമുക്കൊക്കെ ഇങ്ങനത്തെ കൊണ്ട് അടിയിട്ടില്ലേ ട്യൂഷനൊക്കെ. ട്യൂഷൻ ടീച്ചർക്ക് ഇതൊന്ന് വീഡിയോ എടുത്തു, ട്യൂഷൻ ടീച്ചർക്ക് കാണിച്ചു കൊടുക്കും. ഇവിടെ ഒന്ന് വാങ്ങോട്ടെ. ഞാൻ എപ്പോൾ ചൂരലിറിയില്ല, അത് ഈ സാധനം കേട്ടോ. ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ക്രാഫ്റ്റ് വില്ലേജിൽ സ്ഥിരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മളെ നാട്ടിലെ കാര്യങ്ങളാണ്. ഇനി നമ്മൾ കാണുന്നത് ഇൻ്റർനാഷണൽ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ഫെസ്റ്റിവലിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതായത് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ക്രാഫ്റ്റും കാര്യങ്ങളും കൊണ്ടുവന്നിട്ട് അത് എക്സിബിറ്റ് ചെയ്തുകൊണ്ടും അതിൻ്റെ സെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു എക്സിബിഷനാണ് അവിടെ ഉള്ളത്. ഇത് കൊല്ലത്തിൽ ഒരൊറ്റ വട്ടേ വരുള്ളൂ. ഇത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശരിക്കും പോയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ നിങ്ങൾക്ക് ഞാൻ കാര്യമായിട്ട് സംസാരിക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് ഇതിങ്ങനെ കണ്ട് എൻജോയ് ചെയ്ത് പോകാനുള്ളൂ. പല സ്ഥലത്തു നിന്നുള്ള പല തരത്തിലുള്ള ക്രാഫ്റ്റും അവരുടെ കൾച്ചറും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. original. Poco fittato con schermo. ഒന്ന് തിരി നോക്കട്ടെ കരിയണത്. രസമുണ്ടോ നോക്കട്ടെ കരിയണത്.
ഇതാണ് നമ്മുടെ ഇന്നത്തെ കംപ്ലീറ്റ് വ്ളോഗ് ഉള്ളത്. കാര്യമായിട്ട് സംസാരം കാര്യങ്ങളൊന്നുമില്ല, അതൊക്കെ കുറവാണ്. ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് നമ്മളെല്ലാ കാര്യങ്ങളും കാണിച്ചു തന്നിട്ടുണ്ട്. മെജോറിറ്റി കാണാൻ പറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, പക്ഷെ എനിക്ക് അറിയില്ല എത്രത്തോളം കാണിക്കാൻ പറ്റിയെന്നുള്ളത്. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ്. ഫോർ മോർ ഫൺ ആൻഡ് ആക്റ്റീവ് കോണ്ടന്റ് സ്റ്റേ ട്യൂൺഡ് ടു ലിവ് വിത്ത് സി. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.